ഞാനിപ്പോൾ ഉള്ളത് ലോസ് ആൻഡോസിലല്ല, പകരം നോർത്ത് ആങ്ടണിലാ. ഞാനിപ്പോൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ നോർത്ത് ആങ്ടണിൽ. ഇന്ന് അവൻ്റെ ബർത്ത്ഡേയാ. ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ പാർട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ ഏതായാലും അവൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദേ ഇവിടെ നോർത്ത് ആങ്ടണിലേക്ക് വന്നു. അവൻ പക്ഷെ അധികം ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല. ഈ പൈസയുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. അതുകൊണ്ട് അവൻ നമ്മളെയും കൂടി വിളിച്ചു. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ഇവിടുന്ന് തിരിച്ച് ലോസ് ആൻഡോസിലേക്ക് പോകണം. ഇവിടുന്ന് ലോസ് ആൻഡോസിലേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഹെലികോപ്റ്റർ വഴി, അല്ലെങ്കിൽ പ്ലെയിൻ വഴി, പിന്നെ ഉള്ളത് കപ്പലാണ്. ഈ 3 മാർഗമുള്ളൂ. ഇവിടെ പിന്നെ റെയിൽവേ ട്രാക്കൊക്കെ കാണാൻ പറ്റും. ഇവിടെ പിന്നെ ട്രെയിനൊന്നും ഓടില്ല. പണ്ട് ഇവിടെ ഇഷ്ടംപോലെ ട്രെയിനൊക്കെ ഓടാറുണ്ട്. ഇപ്പം എന്താണാവോ, ഈ നോർത്ത് ആങ്ടൻ്റെ ഗവൺമെൻറ് റെയിൽവേയുടെ സർവീസൊക്കെ നിർത്തിയേക്കുക. എന്താണാവോ, ഞാൻ പിന്നെ ഇവിടേക്ക് വന്നത് ഹെലികോപ്റ്ററിലാ. അല്ല, എൻ്റെ ഹെലികോപ്റ്റർ എവിടെയാണാവോ? ഞാൻ എവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പാർക്ക് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമുക്കിനി അത് പോയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഏതൊരു വെയർ ഹൗസിൻ്റെ അടുത്താണ് ഞാൻ ഹെലികോപ്റ്റർ പാർക്ക് ചെയ്തത്, അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ വെയർ ഹൗസൊക്കെ കാണാൻ പറ്റും. ആ വെയർ ഹൗസ് പക്ഷേ ഉള്ളത് ടൗൺ ഏരിയയിലല്ല. ഇത് പിന്നെ ഒരു ടൗണാണ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഇന്ന് പിന്നെ എന്താണാവോ, നോർത്ത് ആങ്ടണിൽ ഒരു മനുഷ്യന് പോലും കാണാനില്ല. ഇവിടെ ഒരു മനുഷ്യനും കാണാനില്ല, വണ്ടികളും കാണാനില്ല. മൊത്തം സൈലന്റ്. എന്താണാവോ, ഈ റോഡ് കണ്ടില്ലേ, ഫുള്ള് കാലിയാ. ഇതിപ്പോൾ ലോസ് ആൻഡോസ് ആയിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു അവസ്ഥ. നിറച്ച് വണ്ടികളാവും. പിന്നെ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര പാടാവും. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു വണ്ടി കാണാൻ പറ്റും. ഇതെൻ്റെ കൂട്ടുകാരൻ തന്നതാ. ഞാനിവിടെ അടുത്ത് ഹെലികോപ്റ്റർ പാർക്ക് ചെയ്തില്ലേ, അവിടെ വരെ പോകാനായിട്ടാണ് ഈ വണ്ടി തന്നത്. ടൗൺ ഏരിയയിൽ പക്ഷേ ഹെലികോപ്റ്റർ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് മാത്രമുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നീക്കിയിട്ടാണ് ഹെലികോപ്റ്റർ പാർക്ക് ചെയ്തത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ വരെ ഈ വണ്ടി ഓടിച്ച് പോവാം. പിന്നീട് ആ കൂട്ടുകാരൻ വന്നിട്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് പൊക്കോളൂ. ഇത് പിന്നെ പക്ക ഓഫ് റോഡ് വണ്ടിയാണ് കേട്ടാ. ഈ നോർത്ത് ആങ്ടണിൽ ഭയങ്കര മഞ്ഞാണല്ലോ. ഈ മഞ്ഞുള്ള സ്ഥലത്ത് ഓടിക്കാനായിട്ട് ഇങ്ങനത്തെ വണ്ടികളാണ് നല്ലത്. ഓക്കെ, ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട്. ഈ വെയർ ഹൗസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ പിന്നിൽ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, എനിക്കവിടെ ഒരു ഹെലികോപ്റ്റർ കാണാനുണ്ട്. അത് പക്ഷേ ഗോൾഡൻ കളറാണല്ലോ. അപ്പം അത് ഞാൻ വന്ന ഹെലികോപ്റ്റർ ആവില്ല. ഞാൻ വന്ന ഹെലികോപ്റ്റർ ഒരു ബ്ലാക്ക് കളറിലായിരുന്നു. ഒരു മിനിറ്റ്, അവിടെ കുറച്ച് ആൾക്കാരെ കാണാനുണ്ട്. അത് മാത്രമല്ല, ഏതോർത്തനെ അവിടെ അടിച്ച് തറയിലിട്ടുണ്ട്. നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. നോർത്ത് ആങ്ടണിലും ഇഷ്ടംപോലെ ഗുണ്ടകളുണ്ട് കേട്ടാ. ഓക്കെ, അവിടെ ഷർട്ട് ഇടാണ്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. ഇവർക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റണേ? ഈ നോർത്ത് ആങ്ടണിൽ അല്ലെങ്കിലും ഭയങ്കര തണുവാ. എനിക്കിവിടെ തണുവ് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ഇവിടെ ഹുഡിയൊക്കെയാണ് എടുത്തിട്ടേക്കണ്. ഇവന്മാർ ഇതേ ഷർട്ട് ഇടാണ്ട് നിൽക്കണ്. ഇവർ സമ്മതിക്കണം. ഒരു മിനിറ്റ്, അവരെന്തൊക്കെയാ പറയണ്ട്. നമുക്കിവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കാം. അതെ, മര്യാദയ്ക്ക് നിന്റെ കയ്യിലുള്ള മാജിക്കൽ പവേഴ്സ് എനിക്ക് തന്നേക്ക്. അതായിരിക്കും നിനക്ക് നല്ലത്. അതെ, താൻ എന്നെ എന്തുട്ട് ചെയ്താലും തനിക്ക് ആ പവേഴ്സ് കിട്ടാൻ പോണില്ല. പവറാ? എന്തുട്ട് പവറ്? അപ്പോൾ ഇയാളുടെ കയ്യിൽ എന്തോ മാജിക്കൽ പവേഴ്സ് ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗുണ്ടകൾ അയാൾ കയറി ആക്രമിക്കണേ. ഏയ് ശരി, ഇപ്പം എനിക്ക് കാര്യം പിടികിട്ടി. അത് നിന്നോട് ഞാൻ ഒരു വട്ടം കൂടി ചോദിക്കാണ്, മര്യാദയ്ക്ക് ആ മാജിക്കൽ പവേഴ്സ് എനിക്ക് തന്നേക്ക്. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ചത്താലും തനിക്ക് മാജിക്കൽ പവേഴ്സ് കിട്ടാൻ പോണില്ല. അയ്യോ, ഇയാൾ ചത്ത് കഴിഞ്ഞാൽ പണിപ്പാളൂലോ. എന്നാലും അത് എന്തുട്ട് മാജിക്കൽ പവേഴ്സാ? അതും കൂടി എനിക്കറിയണം. ഒരു മിനിറ്റ്, എൻ്റെ കയ്യിലൊരു ഷോട്ട് ഗൺ ഉണ്ട്. നമുക്കിത് വെച്ചിട്ട് എല്ലാത്തിനും അടിച്ചിട്ടേക്കാം. ഓക്കെ, ഒരു ഒറ്റണത്തിന് വെറുതെ ഇടണ്ട. ഇവന്മാരെങ്ങനെ എണിക്കണേ? എണിക്കണ്ട, അവിടെ കിടക്ക്. ഓക്കെ, ഇവിടെ ഞാൻ എല്ലാത്തിനും അടിച്ചിട്ടേക്കാണ്. ഹലോ ചേട്ടാ, ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, നിങ്ങൾ ആരാണ്? ഹലോ ചേട്ടാ, ഞാനാണ് നിങ്ങളെ രക്ഷിച്ചത്. അല്ല, എന്നാലും ഇവിടെ എന്തായിരുന്നു പ്രശ്നം? അവരെന്തോ മാജിക്കൽ പവേഴ്സിനെ കുറിച്ച് ചോദിക്കണ്ടായിരുന്നല്ലോ. എന്തുട്ടായിരുന്നു? അത് പിന്നെ എൻ്റെ കയ്യിൽ ഒരു മാജിക്കൽ പവർ ഉണ്ട്. ഞാനിപ്പോൾ എന്ത് ഐറ്റം തൊട്ടാലും അത് ഗോൾഡായിട്ട് മാറും. ശരിക്കും? എന്തും ഗോൾഡായിട്ട് മാറോ? എനിക്ക് മനസ്സിലായി. ഇപ്പം ഞാനൊരു വണ്ടി കൊണ്ടുവരും. ആ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് ഗോൾഡൻ കളറാവും, അങ്ങനെയല്ലേ? അങ്ങനെയല്ല. നീ ഇപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണെങ്കിൽ ആ വണ്ടി മൊത്തം ഗോൾഡായി മാറും. മീൻസ് ഗോൾഡ് ബാറില്ലേ, ബാറ്, ഗോൾഡ് ബാർസായിട്ട് മാറും. അത് ശരി. പിന്നെ നമുക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അതെ, പിന്നെ നിനക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല. പക്ഷെ നിനക്ക് ഇഷ്ടം പോലെ ഗോൾഡ് ബാർസ് കിട്ടും. അല്ല, ഈ ഗോൾഡ് ബാർ കിട്ടിയിട്ട് എന്തുട്ട് ചെയ്യാനാ? ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഭക്ഷണം ഗോൾഡായിട്ട് മാറില്ലേ? പിന്നെ അത് ഞാൻ എങ്ങനെ കഴിക്കുക? ഭക്ഷണം വേണമെങ്കിൽ വേറെ ആരുടെയെങ്കിലും വാരി തരാൻ പറ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു അനിയൻ മാത്രമേ ഉള്ളൂ, ഷിൻചാൻ. എന്നാൽ പിന്നെ അവൻ്റെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്, അവനെ സന്തോഷമാവും. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവാ. ഈ പവേഴ്സില്ലേ നിനക്ക് തരാൻ പോവാ.
എനിക്ക് പവേഴ്സ് ഒന്നും വേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ കാശുണ്ട്. ഏയ് അത് കുഴപ്പമൊന്നുമില്ല, ഇത് നിന്റെ കയ്യിലിരുന്നോട്ടെ. നീയാണ് എൻ്റെ ജീവൻ രക്ഷിച്ച. ഇന്ന് നീ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആ മാജിക്കൽ പവേഴ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ. ആ എന്നാൽ പിന്നെ ആ പവേഴ്സ് എനിക്ക് തന്നേക്ക്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഇവിടെ എനിക്ക് ആ മാജിക്കൽ പവേഴ്സ് കിട്ടിയേക്കാണ് കേട്ടാ. ഇനി ഞാൻ എന്ത് ഐറ്റം തൊട്ടാലും അത് ഗോൾഡായിട്ട് മാറും. ഓക്കെ, നമുക്കത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു വണ്ടിയുണ്ട്, ഈ വണ്ടി ഗോൾഡായിട്ട് മാറുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ വണ്ടിയിൽ കയറിയേക്കാണ്. ഇതെന്തത്, വണ്ടി ഗോൾഡായിട്ട് മാറിയില്ലല്ലോ. ഓക്കെ, ഇവിടെ ഈ വണ്ടി ഗോൾഡായിട്ട് മാറി. ശെൻ്റെ പൊന്നെ, ഇവിടെ ഒരു ട്രോളി ഉണ്ട്. ഈ ട്രോളിയുടെ അകത്ത് നിറച്ചും ഗോൾഡ് ബാർസാ. ഒരു വണ്ടിയാണ് ഇത്രയധികം ഗോൾഡായിട്ട് മാറിയത്. എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയായിരുന്നു, അത് പോയി. പക്ഷെ ഇത്രയധികം ഗോൾഡ് ഉണ്ടെങ്കിൽ അതേപോലത്തെ 3-4 വണ്ടികൾ മേടിക്കാം, അത് വേറെ കാര്യം. അല്ല, എൻ്റെ ഡ്രസ്സിൻ്റെ കളർ എങ്ങനെ മാറിയേ? ഞാനൊരു ചുവപ്പ് കളർ ഹുഡിയായിരുന്നു ഇട്ടേ, ഇതിപ്പം മഞ്ഞ കളറായിട്ട് മാറിയല്ലോ. അതെന്താണാവോ? അല്ല, ഈ വണ്ടിയില്ലേ ഇപ്പോൾ ഗോൾഡായിട്ട് മാറി. ഞാനിനി എങ്ങനെ തിരിച്ചു പോവുക? എല്ലാ വണ്ടികളും ഗോൾഡായിട്ട് മാറല്ലോ. എന്നാ പിന്നെ ഈ കാണുന്ന ഹെലികോപ്റ്റർ എടുത്തോ, ഇത് ഗോൾഡായിട്ട് മാറില്ല. ബാക്കി എല്ലാ വണ്ടികളും ഗോൾഡായിട്ട് മാറും. ആണോ? ഞാൻ നോക്കി നോക്കട്ടെ. ഇവിടെ ഞാൻ ഈ ഹെലികോപ്റ്ററിൻ്റെ അകത്തേക്ക് കയറിയുണ്ട്. ഇതൊരിക്കും ഇത് ഗോൾഡായിട്ട് മാറിയിട്ടില്ല. ഇത് പിന്നെ ഓൾറെഡി ഒരു ഗോൾഡൻ ഹെലികോപ്റ്ററാ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നിനക്ക് ഈ പവേഴ്സ് എന്തെങ്കിലും വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. അന്നേരം ഈ പവേഴ്സ് നിന്റെ ബോഡിയിൽ നിന്ന് എടുത്ത് കളയാം. ഹലോ ചേട്ടാ, എങ്ങോട്ട് പോയേ? ഇത്ര നേരം ഇവിടെ നിൽക്കണ്ടായിരുന്നല്ലോ. ആ എന്താണാവോ? നമുക്കിനി അഥവാ ഈ പവേഴ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി. അന്നേരം ഈ ചേട്ടൻ നമ്മുടെ ബോഡിയിൽ നിന്ന് എല്ലാ പവേഴ്സും എടുത്ത് കളയും. ആ എന്തെങ്കിലും ആട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ ലോസ് ആൻഡോസിലേക്ക് പോവാം. ഷിൻചാനും ചോപ്പും അവിടെ വീട്ടിൽ വെയിറ്റ് ചെയ്യണ്ടാവും. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ലോസ് ആൻഡോസ് എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. നമുക്കിനി ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യാം. ഓക്കെ, ഹെലികോപ്റ്റർ ഞാനിങ്ങനെ ഇവിടെ ലാൻഡ് ചെയ്തേക്കാണ്. അല്ല, ഈ വൃത്തിയായിട്ട് ആ മീശും തടിയും എങ്ങനെയാണ് വന്നത്? എനിക്ക് ഈ മീശും തടി ഉണ്ടായിരുന്നില്ല. ആ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ പഠിച്ചു കളയാം. എനിക്കത് എന്താണോ ഭയങ്കര ബോറായിട്ട് തോന്നണേ. അല്ല, ഹെലികോപ്റ്റർ ഓടിച്ചിട്ട് എങ്ങോട്ട് പോവാനാ? നമുക്ക് ഈ ഹെലികോപ്റ്റർ അല്ലാണ്ട് വേറെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. വേറെ വണ്ടിയുമ്പോൾ നമ്മൾ കയറിയിരിക്കുകയാണെങ്കിൽ അത് ഗോൾഡായിട്ട് മാറും. ഓ, അത് ഞാൻ ആലോചിച്ചില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഹെലികോപ്റ്റർ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. എൻ്റെ വീട്ടിൽ പിന്നെ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഗോൾഡാക്കിയിട്ട് മാറ്റണം. ആ പിന്നെ ഗോൾഡാക്കി മാറ്റുമ്പോഴേ ആ ഗോൾഡെല്ലാം വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഒളിപ്പിച്ചേക്കണം, അല്ലെങ്കിൽ ഇൻകം ടാക്സുകാർ വീട്ടിൽ വന്നിട്ട് റെയ്ഡ് നടത്തും. അത് വേണ്ട. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഷിൻചാൻ അടിയിൽ നിൽക്കുന്നുണ്ട് കേട്ടാ. അവൻ മിക്കവാറും ഈ ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ടാവും. ഒരു മിനിറ്റ്, ഈ ഹെലികോപ്റ്റർ നമുക്ക് ഈ ടെറസിൻ്റെ മേലെ ലാൻഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ലാൻഡ് ചെയ്യാം, കാരണം ഇത് മാത്രമേ വണ്ടിയുള്ളൂ, വേറെ വണ്ടിയൊന്നും ഇല്ല. ഓക്കെ, അതങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പോയിട്ട് ഷിൻചാന് ഒരു സർപ്രൈസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് നേരെ വെള്ളത്തേക്ക് ചാടാം. ഹായ്, നല്ല ചൂട് വെള്ളം. നോർത്ത് ആങ്ടണിൽ പിന്നെ കുളിക്കാൻ പറ്റില്ല, വെള്ളത്തിൽ തൊടാൻ പോലും പറ്റില്ല, അമ്മാതിരി തണവാ. എടാ ഷിൻചാനെ, ഞാൻ ദേ വന്നൂടാ. അയ്യേ, ഇതെന്നൂട്ട ഫ്രാങ്ക്ലിൻ അണ്ണ, അണ്ണൻ്റെ കോലമാകെ മാറിയല്ലോ. ആ മീശും താടിയും പോയിട്ട് പഠിച്ചാളാ. അല്ല, അണ്ണൻ പോകുമ്പോൾ ഒരു റെഡ് കളർ ഹുഡിയല്ലോട്ടെ, ഇതെങ്ങനെ മഞ്ഞ കളറായേ? ആടാ അതൊക്കെ ഉണ്ട്. നീ എൻ്റെ ഹെലികോപ്റ്റർ ഉണ്ടാ? ഹെലികോപ്റ്ററാ? എന്തുട്ട് ഹെലികോപ്റ്റർ? ഞാനിവിടെ ഒരു ഹെലികോപ്റ്റർ പോലും കണ്ടില്ലേ. നീ എന്നിട്ട് പറയണത്? ഈ വീടിൻ്റെ ടെറസിൻ്റെ മേലെ ഞാനൊരു ഹെലികോപ്റ്റർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ടെറസിൻ്റെ മേലെ ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലോ. ഇവിടെ ഒരു ഹെലികോപ്റ്റർ വന്നിട്ടില്ല. എടാ ഷിൻചാന് നിനക്ക് എന്തൊരു പറ്റിയേ? ഞാൻ ഇവിടെ ശരിക്കും ഹെലികോപ്റ്റർ കൊണ്ടുവന്നുണ്ട്. ആ അതേ കിടക്കണം അവിടെ. ഒരു മിനിറ്റ്, നമുക്ക് ഹെലികോപ്റ്ററില്ലേ താഴത്ത് കൊണ്ടുപോയി ലാൻഡ് ചെയ്യാം, എന്നിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ ഭാഗത്തായിട്ട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എടാ ഷിൻചാനെ, ഇപ്പോൾ നോക്ക്, ഈ ഹെലികോപ്റ്ററിലാണ് ഞാനിന്ന് വന്നത്. ഹെലികോപ്റ്ററാ? എവിടെ ഹെലികോപ്റ്റർ? എനിക്കിവിടെ ഒന്നും കാണാനില്ല. അണ്ണന് എന്താ പറ്റിയേ? എടാ ഷിൻചാനെ, നീ എന്താ കണ്ണുപൊട്ടനാണോ? നിന്റെ തൊട്ട് മുമ്പിൽ തന്നെ ഹെലികോപ്റ്റർ ഉണ്ട്. ഒരു മിനിറ്റ്, ചോപ്പിനോട് ചോദിച്ചു നോക്കാം. എടാ ചോപ്പ, നിനക്ക് അവിടെ മുമ്പിൽ ഹെലികോപ്റ്റർ കാണാണ്ട? എനിക്ക് അവിടെ ഒരു ഹെലികോപ്റ്ററും കാണാനില്ല. ഇതെന്തത് നിങ്ങൾക്ക് ഹെലികോപ്റ്റർ കാണാൻ പറ്റാത്ത? ആ എനിക്കിപ്പോൾ ഒരു കാര്യം പിടികിട്ടി. ഈ ഹെലികോപ്റ്റർ അല്ലേ എനിക്ക് മാത്രം കാണാൻ പറ്റണ്ടാവുക, കാരണം എൻ്റെ കയ്യിലാണ് മാജിക്കൽ പവേഴ്സൊക്കെ ഉള്ളത്. അല്ല, അണ്ണൻ്റെ കയ്യിൽ എന്തുട്ടാ മാജിക്കൽ പവേഴ്സ് ഉള്ളത്? അത് പിന്നെ ഞാനിപ്പോൾ എന്ത് ഐറ്റം തൊട്ടാലും അത് ഗോൾഡായിട്ട് മാറും. എടാ ഫ്രാങ്ക്ലിനെ, രാവിലെ തന്നെ ഭയങ്കര തള്ളാണല്ലോ. എന്താ ചോപ്പേ, നിനക്ക് വിശ്വാസമാണില്ലേ? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ മുമ്പിൽ ഒരു ചാരുകസരയുണ്ട്, ഇത് ഞാൻ ഗോൾഡാക്കി കാണിച്ചു തരാം. ഇത് നോക്ക്, ഇത് ഗോൾഡായിട്ട് മാറി. ഫ്രാങ്ക്ലിൻ അണ്ണ,
എന്നാലും ഇതെങ്ങനെ? അതൊക്കെ ഉണ്ടടാ, നീ എൻ്റെ കുറിച്ച് എന്നിട്ട് വിചാരിച്ചേ? എടാ ഫ്രാങ്ക്ലിനെ, എനിക്ക് കുറച്ച് ഗോൾഡ് തരോ? ഒരു 10 കിലോ മതി. 10 കിലോ ഗോൾഡാ? അതൊക്കെ എന്തിനാടാ? നീ പിന്നെ നേരത്തെ തന്നെ വിശ്വസിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് തരാൻ പോണില്ല. എടാ ഫ്രാങ്ക്ലിനെ, മര്യാദയ്ക്ക് എനിക്ക് ഗോൾഡ് തന്നേക്ക്, അതായിരിക്കും നല്ലത്. ഞാൻ നിനക്ക് ഗോൾഡ് ഒന്നും തരില്ല. 10 കിലോ പോയിട്ട് നിനക്ക് ഒരു 1/2 കിലോ പോലും തരില്ല. അതെ, മര്യാദയ്ക്ക് ആ ഗോൾഡ് അങ്ങ് തന്നേക്ക്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കടിച്ചു കീറും. നീ എന്നെ ശരിക്കും കടിക്കോ? അതിന് മാത്രമുള്ള ധൈര്യം ഉണ്ടാ? എനിക്കൊന്ന് കാണണം. നീ എന്നോട് ധൈര്യം ഉണ്ടോന്ന് ചോദിക്കേ? നിന്നെ ഞാൻ ഇപ്പോൾ ശരിയാക്കറാം. നീ ഞാൻ കടിച്ചു കീറോ? എടാ ചോപ്പ, നീ എന്തൊട്ട് പണി കാണിച്ചേ? അയ്യോ, ഇതിപ്പോ എന്താ ഉണ്ടായേ? നമ്മുടെ ചോപ്പ് മൊത്തം ഗോൾഡായിട്ട് മാറി. എടാ ഷിൻചാനെ പണിപ്പാളിയല്ലോ. ചോപ്പ് ഇതിൻ്റെ അകത്ത് പെട്ടുപോയി. എടാ ചോപ്പേ, കേൾക്കണ്ട. ചോപ്പ് ഇവിടെ ഒന്നും മിണ്ടണില്ല. എടാ ഷിൻചാനെ, നമുക്ക് ചോപ്പിനെ രക്ഷിക്കണല്ലോ. എന്തിനപ്പം രക്ഷിക്കണേ? അണ്ണനെ കൊല്ലാനാ ശ്രമിച്ചേ? അത് ശരിയാണ്. ഞാൻ ഗോൾഡ് ഒന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഭാഗ്യമുണ്ട് എനിക്ക് ഈ മാജിക്കൽ പവേഴ്സ് ഉള്ളത്, അതുകൊണ്ട് അവൻ ഗോൾഡായിട്ട് മാറി. അല്ലെങ്കിൽ ഞാൻ അവനെ ഒന്ന് കടി കൊണ്ട് ചത്താന്. അണ്ണ ഇനിയിപ്പം എന്തൊരു ചെയ്യാ? ഇനിയിപ്പോൾ ചോപ്പിനെ രക്ഷിക്കണ. ചോപ്പിനെ രക്ഷിക്കാല്ലേ? ഞാൻ എൻ്റെ ഓഡിയൻസിനോട് കമൻറ്റ് ചെയ്യാൻ പറയാം. അഥവാ ചോപ്പിനെ രക്ഷിക്കണം എന്ന് പറയണമെങ്കിൽ നമുക്ക് ചോപ്പിനെ കൂടി രക്ഷിക്കാം. ഇനിയിപ്പോൾ വേണ്ടാന്ന് പറയണമെങ്കിൽ ഓക്കെ, ഞാൻ പിന്നെ ചോപ്പിനെ രക്ഷിക്കണില്ല. അത് ജീവിതകാലം മൊത്തം ഗോൾഡായിട്ട് നിന്നോളും.